പട്ടുപാവാടയ്ക്ക് ഇടാൻ പറ്റിയ ഒരു ബ്ലൗസ് ഉണ്ടാക്കിയാലോ? 8 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിക്ക് പറ്റിയ പട്ടുപാവാടയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ തുണി 4ആയിട്ട് മടക്കുന്നുണ്ട്. ഇനി നമുക്ക് മാർക്കിങ്സ് ഒക്കെ ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നുണ്ട്. ഞാൻ ഒരു 2.5 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 4.5 ഇഞ്ചാണ്. അത് നിങ്ങളുടെ ആവശ്യത്തിന് ലെങ്ത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. ഇനി ബാക്കിലെ നെക്ക് ഞാനൊരു 3 ഇഞ്ചസാണ് മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ടിലെ നെക്കിന് ഞാനിതാ ഇതേപോലത്തെ ഒരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ബാക്കത്തെ നെക്ക് ജസ്റ്റ് ഒരു യു ഷേപ്പ്, ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഷേപ്പാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഞാനൊരു 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ആം ഹോൾ അതേപോലെ തന്നെ 5 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ചെസ്റ്റ് വണ്ണം വരുന്നത് 28 ഇഞ്ചാണ്. അപ്പോൾ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 കിട്ടും. പ്ലസ് 2 ഇഞ്ച് ഞാൻ ലൂസ് കൊടുക്കുന്നുണ്ട്. അതിൽ 1 ഇഞ്ചിൽ ടക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. ഞാനിതാ ഇതേപോലെ ലൈൻ നീട്ടി വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കോർണറിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യാം. ഈ ആം ഹോൾ എടുത്തതിൻ്റെ പകുതി മാർക്ക് ചെയ്യാം. ഇനി ഈ 3 പോയിൻറ്റ്സിനെ കണക്ട് ചെയ്ത് ആം ഹോൾ ഒന്ന് കേർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഇനി ഷേപ്പ് ലെങ്ത് എടുക്കുന്നത് 10 ഇഞ്ചാണ്. ഇനി വേസ്റ്റ് മെഷർമെൻറ്റ് എടുക്കുന്നത് 6.5 ഇഞ്ചാണ്. പ്ലസ് 2.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്തിട്ട് 8.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി ഈ ബ്ലൗസിൻ്റെ ഇറക്കം 17.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. 1/2 ഇഞ്ച് എനിക്ക് തയ്യൽ തുമ്പാണ്. താഴെ ഭാഗത്ത് കസവ് വരുന്നതുകൊണ്ട് ഞാൻ അവിടെ മടക്കി അടിക്കുന്നില്ല. നിങ്ങൾ അതും കൂടെ ചേർത്ത് വേണം എടുക്കാൻ. താഴത്തെ വണ്ണവും 7 ഇഞ്ചാണ് എടുക്കുന്നത്. തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് 9 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സെൻറ്ററിൽ നിന്ന് ഒരു 3 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ടക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. മുകളിൽ നിന്നുള്ള ഇറക്കം വരുന്നത് 8 ഇഞ്ചാണ്. ഒരു 4.5 മതി. ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതേപോലെ ഓരോ നോച്ചസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഓപ്പൺ അടിക്കുന്നില്ല. ബാക്കിലത്തെ നെക്ക് ആദ്യം കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് സെപ്പറേറ്റ് ആക്കുന്നതിന് മുന്നേ എല്ലാ ഭാഗത്തും ഈ ടെക്കിൻ്റെ മെഷർമെൻറ്റ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്രണ്ടത്തെ നെക്കും ആം ഹോളും കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു കുഞ്ഞ് സ്ലീവാണ് വെക്കുന്നത്. അത് ഞാൻ ഡീറ്റെയിൽ ആയി കാണിക്കുന്നില്ല. നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ആദ്യം തന്നെ നമുക്ക് നെക്ക് ഒന്ന് അടിച്ചെടുക്കാം. അതിന് വേണ്ടി ഇതേപോലെ ഒരു കട്ട് പീസ് അടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് അതേപോലെ അടിച്ചെടുക്കുക. ഈ കഴുത്ത് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഇതേപോലെ ഇവിടെ കുത്തി നിർത്തിയിട്ട് ഒന്ന് ചരിച്ച് കൊടുത്തിട്ട് വേണം അടിക്കാൻ. ഇനി ഈ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ആ സ്റ്റിച്ച് പൊട്ടാതെ ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നമുക്കിപ്പോൾ നീറ്റായിട്ട് ഇതാ കഴുത്തിൻ്റെ ഭാഗം വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കത്തെ കഴുത്തും ഇതേപോലെ ചെയ്ത് കൊടുക്കുക. പക്ഷേ അത് തിരിച്ചിട്ടതിന് ശേഷം പതിച്ചടിച്ച് കൊടുക്കണ്ട. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. അതിന് ശേഷമാണ് അത് ഒന്നും കൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്.
ഇനി ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തിനെയും നല്ല സൈഡ്സ് തമ്മിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് ബാക്കത്തെ നെക്കിൻ്റെ കട്ട് പീസ് ഇതേപോലെ ക്ലോസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ബാക്കത്തെ നെക്ക് നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബാക്ക് ഓപ്പൺ ഉള്ള ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ സെൻറ്ററിൽ കൂടെ ഒരു കട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിൽ ഹുക്ക് വയ്ക്കാൻ വേണ്ടി 2 ഇഞ്ച് വലിപ്പമുള്ള ഇതേപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അറ്റം ഇതേപോലെ മടക്കിയതിന് ശേഷം ഈ ഭാഗത്ത് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം, ഫുള്ളായിട്ട് മടക്കി കൊടുക്കാം. ഇനി 3 ഇഞ്ച് വീതിയുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേപോലെ മടക്കിയിട്ട് ബാക്ക് സൈഡിലാണ് വെച്ച് കൊടുക്കുന്നത്. അതിന് മുമ്പ് അതിൻ്റെ സൈഡൊന്ന് മടക്കി അടിക്കാം നമുക്ക്. ഇപ്പം ഞാൻ മടക്കി അടച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റോങ് സൈഡിലാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. നേരത്തെ റൈറ്റ് സൈഡിലായിരുന്നു നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഈ സ്റ്റിച്ച് കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ മടക്കി കൊടുക്കുക. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് നമുക്ക് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.